ഹെവി ചൂടാണ് ഗൾഫ് കൺട്രീസിൽ എല്ലായിടത്തും. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അത്ര ചൂട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഫ്രഷ് പെർഫ്യൂംസ് ഒന്നും ലാസ്റ്റിംഗ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫ്രാഗ്രൻസ് ആണ് ബോയ് ഇമ്പീരിയൽ. കിൻഡൻ ബിഷിൻ്റെ സ്വന്തം ബോയ് ഇമ്പീരിയൽ. ഇത് സമ്മറിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇത് ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാം, പക്ഷെ നിങ്ങൾ ഇത് സമ്മറിൽ യൂസ് ചെയ്യണം. കാരണം ഇതിൻ്റെ പെർഫോമൻസ് കിടുക്കാച്ചി പെർഫോമൻസ്. ഇത്രയും ചൂടത്ത് നമ്മളിത് യൂസ് ചെയ്തിട്ട് പോയാലും നിങ്ങൾ സ്കിന്നിൽ യൂസ് ചെയ്ത് നോക്കിയോ അല്ലെങ്കിൽ ഡ്രസ്സിൽ യൂസ് ചെയ്ത് നോക്കിയോ ഒടുക്കത്തെ ലാസ്റ്റിംഗ് ആണ്, അവിടെ കിടക്കും. എൻ്റെ കളക്ഷനിൽ ഇത്രയും പെർഫോമൻസ് തരുന്ന വേറെ പെർഫ്യൂം ഇല്ല. അത്രയ്ക്ക് ലാസ്റ്റ്. സമ്മറിൽ നിങ്ങൾ വേറെ ഒരു പെർഫ്യൂമിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ഇതിൻ്റെ ഒരു സെൻറ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫ്രഷ് വുഡി ഫ്ലോറൽ മിനറൽ അല്ലെങ്കിൽ അക്വാട്ടിക് ഇതിൻ്റെയൊക്കെ ഒരു കമ്പൈൻഡ് വേർഷനാണ്. അതായത് ഒന്നും ഷാർപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, എല്ലാത്തിൻ്റെ ഒരു ബാലൻസ്ഡ് ഒരു വേർഷൻ. അതാണ് സംഭവം. നല്ല പ്ലസൻറ്റ് ഫീലാണ്. നല്ല പ്ലസൻറ്റ് ഫീൽ ആയതുകൊണ്ട് തന്നെ സമ്മറിൽ ബെസ്റ്റാണ്. പിന്നെ ലാസ്റ്റിങ് പെർഫോമൻസ് എല്ലാം കിടില. ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഒരുപാട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഹർഷ് ലഹബോ അല്ലെങ്കിൽ ടെറാസോൾ പോലത്തെ റാക്കസ് റെഡ് പോലത്തെ ഇതിനെല്ലാത്തിനും ഈ ഒറിജിനലിൻ്റെ തന്നെ അത്രയും സെയിം പെർഫോമൻസും കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു വേറൊരു കാര്യം. പിന്നെ ഇത് നമുക്കൊരു എൻട്രി ലെവൽ നീഷ് ഫ്രാഗ്രൻസ് എന്ന് പറയാം. കാരണം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 550 ദിർഹംസ് ഒക്കെയാണ്. അപ്പോൾ ഇതൊരു അംബാജ് പോലത്തേക്കൊരു ബ്രാൻഡാണ് ഇത് ഇറക്കിയതെങ്കിൽ ഉറപ്പായിട്ട് 1500-2000 ദിർഹംസിൻ്റെ പ്രൈസ് വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് അഫോർഡബിൾ ആണ്. അപ്പോൾ ഒറിജിനൽ ട്രൈ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒറിജിനലിനെ ട്രൈ ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് നോക്കുക. അടിപൊളി സെൻറ്റ് പ്രൊഫൈലും അടിപൊളി പെർഫോമൻസും. വേറെ ഒന്നും നോക്കാനില്ല. സമ്മറിൽ നിങ്ങൾക്ക് ഈ ഒറ്റ പെർഫ്യൂം മാത്രം മതി. അപ്പോൾ ഇൻഷാല്ലാ കാണാം.